അതെ, ആക്ച്വലി സാറ് അറിഞ്ഞാണോ അതോ അറിയാതെയാണോ എന്നറിയത്തില്ല, പക്ഷേ ചെയ്ത എല്ലാ സിനിമകളിലും എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ് അതിന് ചിന്തിക്കാനുള്ള പ്രത്യേകിച്ച് മെസ്സേജ് ഇല്ല. അതെ, കാസിനോ ബാക്കി എല്ലാത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അല്ല, അപ്പൊ എന്തായിരുന്നു കാസിനോവയുടെ പിന്നിലുള്ള അതിന്റെ എല്ലാ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ അതിന് ചില പറയില്ല, ചില തോൽവി സംഭവിക്കുമ്പോൾ ചില പാർട്ടി അല്ലെങ്കിൽ ചില ആളുകൾ ഏറ്റെടുക്കില്ലേ, ഈ തോൽവി ഞങ്ങൾ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ റോഷൻ ആൻഡ്രൂസും ബോബി സഞ്ജയ് ആദ്യമായിട്ടാണ് ഇവിടെ കോച്ചിൽ വന്നിരുന്നിട്ട് ഒരു ഡയറക്ടർ അതിന്റെ തോൽവി ഞാൻ ഏറ്റെടുക്കുന്നു. അത് 100%. ഒരു സിനിമ മോശമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100% പ്രശ്നം ആ സംവിധാനം തന്നെയാണ്, ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ തിരക്കഥാകൃത്തുകൾക്കും ഉണ്ട് പ്രശ്നം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് ഏറ്റെടുത്തത്. പകുതി അയാൾക്കും പകുതി അവർക്കും പകുതി എനിക്ക്, അല്ലാണ്ട് മൊത്തം അവർക്ക് ഞാൻ കൊടുക്കണില്ല. 50-50 ഞങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞു, പല ഇൻ്റർവ്യൂലും പറഞ്ഞു അത് തോൽവി ഏറ്റെടുത്തു. ഇനിയിപ്പോൾ തോൽവി ഏറ്റെടുത്ത് തോൽവി തിരുത്തിയതാണ് മുംബൈ പോലീസിലും ഹവോൾഡാറിയിലും. അതേ തോൽവി തന്നെ കണ്ടിന്യൂ ചെയ്തില്ല ഞങ്ങൾ. അത് തന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ മറുപടി ഇല്ലായിരുന്നു നമുക്ക്. ഞാൻ ആക്ച്വലി ഇത് പറഞ്ഞു തുടങ്ങിയപ്പം തോൽവി എന്നൊന്നും പറയണം, ഞാൻ അത്ര അങ്ങോട്ട് മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ പൊട്ടി പോയ സിനിമ, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് ആ നിർമ്മാതാവ് അങ്ങനത്തെ കോൺഫിഡൻറ്റ് ആയതുകൊണ്ടും അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടും സാമ്പത്തിക ഭദ്രത ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിനൊന്നും പ്രശ്നം പറ്റിയിട്ടില്ല. അദ്ദേഹത്തിനൊക്കെ ഒരു വർഷം അദ്ദേഹം പരസ്യം ചെയ്യുന്ന 10-15 കോടിയുടെ പരസ്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ അവർക്കാവുന്നുള്ളൂ. ബാക്കി നമ്മളെ സംബന്ധിച്ച് സിനിമ കാണാൻ പോയ ആൾക്കാർക്കും ആ സിനിമയ്ക്ക് പൈസ കൊടുത്ത് കയറിയ ആളുകളിലേക്ക് ക്ഷമ പറയുന്നു. അത് പിന്നീട് ഹവോൾഡാറി എന്നുള്ള പടത്തിലൂടെയും മുംബൈ പോലീസിലൂടെയൊക്കെ തിരുത്തിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ശ്രമിക്കാം. പക്ഷെ എന്ന് പറഞ്ഞാലും ആ സിനിമ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ആ സിനിമ ചെയ്തത്. എനിക്ക് ആ സിനിമ ഇഷ്ടമായതുകൊണ്ടാണല്ലോ ചെയ്തത്. ഇഷ്ടപ്പെടാതെ ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. അപ്പം ഇഷ്ടം എന്ന് പറയുന്നത് ആ സിനിമയുടെ കാണിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു മേക്കിംഗ് അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചേക്കുന്ന കളേഴ്സ്, ലൊക്കേഷൻ യൂട്ടിലൈസിങ്, അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട്. അതിലായിരുന്നു ഏറ്റവും കൂടുതൽ ടെക്നിക്കലി മറ്റേ ഹെലികോപ്റ്ററിൽ അങ്ങനെ പല കാര്യങ്ങളും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു. അതിലൊക്കെ നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മൾ കുറേ പഠിക്കാൻ പറ്റുമല്ലോ. ചിലപ്പോൾ അത് പഠിച്ചതുകൊണ്ട് ആ സിനിമ ഉള്ളത് കൊണ്ടാണ് മുംബൈ പോലീസും അല്ലെങ്കിൽ മറ്റു സിനിമയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഇഷ്ടപ്പെടുകയാണ്. ആ സിനിമയെ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്തത്. അതും ഇപ്പം നമുക്ക് 4 മക്കളുണ്ടെങ്കിൽ ഒരു കുട്ടി ചാവളയായി പോയി കഴിഞ്ഞാൽ ആ കുട്ടീനെ നമ്മൾ ഉപേക്ഷിച്ച് കളയോ? ഒരിക്കലും കളയില്ലല്ലോ. ആ കുട്ടീനെ നമ്മൾ വളർത്തും എന്ന് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും ഈ സിനിമ എൻ്റെ കൂടെ ഉണ്ടാവും. ഇതുപോലെ ഓരോ ഇൻ്റർവ്യൂവിലും ഞാൻ ഇതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്.